ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാളൊക്കെ വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ പെരുന്നാളിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതുവരെ മന്തി തയ്യാറാക്കാത്തവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചെറിയ പീസായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് മൊത്തമായിട്ടും ഹോൾസ് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ച് വരട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു ബൗള് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മാഗി ക്യൂബ് നമ്മളെ ചിക്കൻ സ്റ്റോക്കില്ലേ അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നമ്മുടെ ഓയിലിൽ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഇതേപോലെ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് മസാല ഒക്കെ സെറ്റായ ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓയിലും ചിക്കൻ ക്യൂബും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും നോർമലായിട്ടുള്ള പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ ഒരു 2.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂണ് മന്തി മസാലപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഏകദേശം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, കുരുമുളക്, അതേപോലെ ബേ ലീഫ്, നമ്മുടെ സ്പൈസസ് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസസും മസാലപ്പൊടികളും എല്ലാം പിന്നെ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് 1 കിലോഗ്രാം ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള, അതേപോലെ ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നല്ല രീതിക്ക് തന്നെ ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓയിലും മസാലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട്, നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിരുന്നു, ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ട് കൊടുത്തതാണ്. അത് എനിക്ക് തൃപ്തി തോന്നാത്തതുകൊണ്ട് ഞാൻ ചെറിയ രീതിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കില്ലേ തൊലിയുള്ള ചിക്കൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതും എടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൊലിയില്ലാത്ത ചിക്കനാണ്. അപ്പോൾ നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പീസ് ചിക്കനും കൂടെ ഉണ്ട് കേട്ടോ കയ്യിൽ, അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ടും നല്ല രീതിക്ക് തന്നെ മസാല തേച്ച് പിടിപ്പിക്കണം. ഈ ഒരു കൂട്ട് മസാലയിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കന് നല്ല ജ്യൂസി ആയിട്ട് തന്നെ നല്ല അൽഫാമിൻ്റെ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും തന്നെ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബക്രീദൊക്കെ വരാൻ പോവുകയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അതിലേക്ക് കുറച്ച് മന്തി മസാലയുടെ കുറവ് എനിക്ക് തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം മന്തി മസാലയും അതേപോലെ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുവന്ന ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ മൊത്തമായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും, നിങ്ങൾക്ക് ഒട്ടും നേരമല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല, നമുക്ക് പുറത്തും വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലാകുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് മസാല പിടിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പുറത്തും വെക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഒരു ഭാഗം വേവിച്ചെടുക്കാം. 5 മിനിറ്റോളം കേട്ടോ. 5 മിനിറ്റോളം ഒരു ഭാഗം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 80% ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ചെറിയ പീസ് ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ചിക്കന് കൂടുതലായിട്ട് കുക്കായി പോവാതെ. ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 80% വെന്താൽ മതി കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ആ മസാലയൊന്നും കളയാൻ പാടില്ല. അത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ മസാലയൊക്കെ ആവശ്യമുണ്ട്. അതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതലായിട്ടൊന്നും വേണ്ട, 2 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് അൽഫാമിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഞാൻ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളു നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോട് ആക്റ്റീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ടൊന്ന് സപ്പോർട്ടാക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തമായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിച്ച ആ ഗ്രേവി നമുക്ക് ആവശ്യമാണെന്ന്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ റൈസ് തയ്യാറാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്ത ഗ്രേവി, അതാണ് നമ്മൾ ഉള്ളിയും എല്ലാ സ്പൈസസും ചേർത്ത് വേവിച്ചെടുത്തില്ലേ, അത് മൊത്തമായിട്ടും തന്നെ നമ്മൾ റൈസ് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അരി, അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരി എടുത്തിട്ടുള്ളത്, അരി അളന്ന ആ പാത്രത്തിൻ്റെ 2 പാത്രം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഞാൻ അധിക നേരം കുതിർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരിയുടെ 2 പാത്രം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാത്രം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അരി അളന്ന പാത്രത്തിന് 1.5 പാത്രം വെള്ളം മതിയാവും. ഞാനിവിടെ സെല്ലാ റൈസ് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെല്ലാ റൈസിൻ്റെ വൈറ്റ് വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ചുകൂടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കറക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഉണക്ക നാരങ്ങയാണ്. അപ്പോൾ ഈ ടൈമിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണം. റൈസ് ചേർത്ത് കൊടുത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മൾ വളരെ തീ കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ വെള്ളം വറ്റിപ്പോവും, റൈസ് ഒട്ട് വേവില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ച് നമുക്ക് ഒരു 10-20 മിനിറ്റിന് കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അര ചെറുനാരങ്ങയുടെ നീരൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്ത് അടച്ച് വെച്ച് നമുക്കൊരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മന്തി റൈസ് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ റൈസിൽ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ വേണം നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെഡും യെല്ലോ കളർ എന്ത് ചെയ്യുക, കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നോട് വിട്ടു പോയിട്ടുണ്ട്, ഞാൻ ചിക്കനൊക്കെ വെച്ച ശേഷമാണ് പിന്നെ കളർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചിക്കൻ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തമായിട്ടും അതിൻ്റെ മുകളിൽ റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ട് പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ മുകളിലാവാതെ റൈസ് എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് കളർ ചേർത്ത് കൊടുക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കരി കത്തിച്ച് വെക്കണം. നമ്മളെ ചാർക്കോൾ കത്തിച്ചിട്ട് അതുകൂടെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ദം ചെയ്യാൻ നിങ്ങൾ വെക്കണം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. എത്ര ടൈം വെക്കുന്നുണ്ടോ, എത്ര കൂടുതൽ ടൈം വെച്ചാലോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി അൽഫാം മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത്ര സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടുതലോട്ട് റിസ്ക്കും ഇല്ല. നമ്മൾ എന്ത് കാര്യവും കൂടുതൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രീതിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അടിപൊളി ടേസ്റ്റാണ്, റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്